ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. ഇതെൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. ഒരു ലോങ് വീഡിയോ ആയിട്ട് ഫസ്റ്റത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഞാൻ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ, സൈക്കോളജി എന്താണ് പലർക്കും ഒരു ധാരണയില്ല. ആൻഡ് അതുപോലെ തന്നെ ഈ സ്ട്രെസ് എന്താണോ ഓർ ഈ ഡിപ്രഷൻ എന്താണോ അത് നമ്മൾ തമാശ രൂപത്തിലാണ് ഇന്നും പലരും സംസാരിക്കുന്നത്. ലൈക്ക് ഇപ്പോൾ എന്തെങ്കിലും വിഷമമുണ്ട് അല്ലെങ്കിൽ അവരെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ആയിക്കോട്ടെ, അപ്പം തന്നെ ഫസ്റ്റ് എന്താ പറയുക, എനിക്ക് ഡിപ്രഷനാണ്, ആരും എന്നോടൊന്നും സംസാരിക്കരുത്. പക്ഷേ ഈ ഡിപ്രഷൻ, സ്ട്രെസ് ഇതൊക്കെ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സ്ട്രെസ് എന്താണെന്നും ഇപ്പോൾ എന്തൊക്കെ ടൈപ്പ് സ്ട്രെസ് ഉണ്ടെന്നും അത് നമ്മളെ ഫിസിക്കലിനെയും മെൻ്റലിനെയും എങ്ങനെയാണ് ബാധിക്കുന്നതെന്നും ആൻഡ് കുറച്ച് സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ സ്ട്രെസ് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും ഒരു റെസ്പോൺസ് ഓർ അഡ്ജസ്റ്റ്മെൻറ്റ് ആവശ്യമാണെങ്കിൽ നമ്മുടെ ബോഡി തന്നെ റിയാക്ട് ചെയ്യുന്നതിനാണ് സ്ട്രെസ് എന്ന് പറയാം. ലൈക്ക് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, ആ പ്രശ്നത്തിനെതിരെ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്നതിനാണ് ഈ സ്ട്രെസ് എന്ന് പറയാം. അപ്പോൾ ഈ സ്ട്രെസ്സിന് തന്നെ 3 സോഴ്സസ് ഉണ്ട്. അതെന്ന് വെച്ചാൽ കാറ്റക്ലിസ്മിക് ഇവൻറ്റ്, ലൈഫ് ഇവൻറ്റ് ആൻഡ് ഡെയിലി ഹാസൽസ്. ആദ്യത്തത് കാറ്റക്ലിസ്മിക് ഇവൻറ്റ്സ്. അതെന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് സഡൻ ആയിട്ട് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്നത്. അതിന് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ചും കൂടി ടൈം ആവശ്യമായിരിക്കും അഡാപ്റ്റ് ചെയ്യാൻ. ലൈക്ക് നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ വരുന്നത്, ലൈക്ക് എർത്ത് കെയിൻ, ഹ്യൂറിക്കെയിൻസ്, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കെതിരെ ഒരു ടെററിസ്റ്റ് അറ്റാക്സ് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ പോലും അറിയാണ്ട് പെട്ടെന്ന് സംഭവിക്കുന്നില്ലേ, അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ലൈഫിന് സംഭവിച്ചാൽ നമുക്ക് സ്ട്രെസ് വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നുള്ളത് ലൈഫ് ഇവൻറ്റ്. ലൈക്ക് നമുക്കൊരു ഡിവോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും മരിച്ചു പോകാം, അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് ഈ ലൈഫ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഡെയിലി ഹസൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുപാട് കാരണം നമുക്ക് വരുന്ന സ്ട്രെസ്സ്, ഓവർ നോയ്സ് അല്ലെങ്കിൽ ക്രൗഡിങ്, പൊല്യൂഷൻസ്, പിന്നെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ്, ഇതൊക്കെ വരുമ്പോൾ നമുക്ക് സ്ട്രെസ്സ് വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഈ സ്ട്രെസ്സ് നമ്മളെ ഹെൽത്തിനെ വല്ലാണ്ട് ഇമ്പാക്റ്റ് ചെയ്യും. എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന വെച്ചാൽ ഫിസിക്കലായിട്ടും ഇമ്പാക്റ്റ് ചെയ്യും, അത് മെൻ്റലായിട്ടും ഇമ്പാക്റ്റ് ചെയ്യും. ഫിസിക്കലായിട്ട് ഇമ്പാക്റ്റ് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. സ്ട്രെസ്സ് കാരണം നമുക്ക് കാർഡിയോവാസ്കുലർ ഇഷ്യൂസ് ഉണ്ടാവും. ലൈക്ക് നമുക്ക് സ്ട്രോക്ക് വരാം, ലൈക്ക് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഹേർട്ട് ഡിസീസ്, പിന്നെ ഹേർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ബോഡിക്ക് റിയാക്ഷൻ വരാൻ വേണ്ടി തുടങ്ങും ഈ സ്ട്രെസ്സ് നമുക്ക് ഉണ്ടാകുമ്പോൾ. ലൈക്ക് ഒന്നുകിൽ നമ്മുടെ വെയിറ്റ് വല്ലാണ്ട് ഗെയിൻ ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് വല്ലാണ്ട് കുറയും. പിന്നെ നമുക്ക് സ്ട്രെസ്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഇൻസോമിനിയ ഉണ്ടാകും, ലൈക്ക് പുവർ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ്. അത് നമ്മളെ ജസ്റ്റ് നമ്മളെ ഹെൽത്തിനല്ല, നമ്മൾ ഓവറോൾ വെൽബീയിങ്ങിന് വരെ അത് റിസ്ക് ആയിട്ട് വരും. പിന്നെ മസിൽ ടെൻഷൻ ആൻഡ് പെയിൻ, ലൈക്ക് കാല്, കൈക്ക് അല്ലെങ്കിൽ ബാക്ക് പെയിന്, അങ്ങനെ നമ്മുടെ ബോഡിക്ക് ഭയങ്കര ഡിസ്കംഫർട്ട് ആവാൻ വേണ്ടിയിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഡൈജസ്റ്റീവ് പ്രോബ്ലം, ലൈക്ക് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ഇഷ്യൂസ് വരാം, അല്ലെങ്കിൽ വയറുവേദന, അൾസർ, പിന്നെ IBS, ഇറിറ്റബിൾ ബോവൽ സിൻഡ്രം, ലൈക്ക് നമുക്ക് ടോയ്ലറ്റ് പോകാനുള്ള ബുദ്ധിമുട്ട് വരാം. ആൻഡ് ഇത് നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റും നമ്മുടെ അപ്പറ്റൈറ്റും അതൊക്കെ ഈ സ്ട്രെസ്സ് കാരണം അതൊക്കെ തകരാറാവാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് പിന്നുള്ളത് ഇമ്മ്യൂൺ സിസ്റ്റം സപ്രഷൻ, ലൈക്ക് നമുക്ക് വേഗം രോഗം വരും. ലൈക്ക് നമ്മൾ അടുത്തോട്ട് രോഗം പോവുകയോ വേണ്ടും, അത് നമുക്ക് വരും. ലൈക്ക് ഭയങ്കര വീക്കായിരിക്കും നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റം. ഇപ്പോൾ കുറേ നാൾ നീണ്ടു നിൽക്കുന്ന ഈ ഒരു സ്ട്രെസ് ആണെങ്കിൽ അത് നമുക്ക് ഹയർ റിസ്ക് ആയിരിക്കും. ലൈക്ക് നമുക്ക് ആൻസൈറ്റി, ഡിപ്രഷൻ പോലുള്ള രോഗങ്ങൾ വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഈ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ എനിക്ക് ഡിപ്രഷനാണ്. ആക്ച്വലി ഡിപ്രഷൻ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, കുറേ സംഭവങ്ങൾ കൂടിയിട്ടാണ് നമ്മൾ ഡിപ്രഷൻ ആണ് എന്ന് ഒരാൾക്ക് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് പിന്നെ കൊഗ്നിറ്റീവ് ഇമ്പയർമെൻ്റ് ഉണ്ടാവും, ലൈക്ക് നമുക്ക് ഓർമ്മക്കുറവ്, പിന്നെ നമുക്ക് ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റിയിലും ഇല്ലാണ്ടിരിക്കും. ലൈക്ക് നമുക്കൊരു ഡിസിഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട അവസ്ഥ നമുക്ക് വരും. പിന്നെ ഇമോഷണൽ റെഗുലേഷൻ, നമുക്ക് നമ്മളുടെ ഇമോഷൻ തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല, നമുക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാപ്പബിലിറ്റി നമുക്ക് ഉണ്ടാവില്ല. പിന്നെ ബിഹേവിയറൽ ചേഞ്ച്, നമ്മൾ ഭയങ്കര റൂഡായിട്ട് പെരുമാറും. നമുക്ക് അറിയുന്ന ആളടുത്ത് പോലും നമ്മൾ ഒരു തെറ്റായ രീതിയിലായിരിക്കും നമ്മൾ പെരുമാറുക. ഒന്നും ആരോടും സംസാരിക്കാണ്ട്, ആരോടൊന്നും പറയാണ്ട് ഒരു റൂമിൽ തന്നെ അടച്ചുപൂട്ടിയിരിക്കും. അങ്ങനെ നമ്മളുടെ സ്വഭാവത്തിന് മാറ്റങ്ങൾ വരാം. ലൈക്ക് നമ്മൾ ഈറ്റിംഗ് ഹാബിറ്റ്, സ്ലീപ്പിംഗ് ഹാബിറ്റെല്ലാം മൊത്തത്തിൽ മാറാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ സ്ട്രെസ് എന്താണെന്ന് പറഞ്ഞു, ടൈപ്സ് ഓഫ് സ്ട്രെസ് പറഞ്ഞു, സ്ട്രെസ് എങ്ങനെയാണ് നമ്മൾ ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും ഇമ്പാക്റ്റ് ചെയ്യുന്നത് പറഞ്ഞു. പക്ഷേ ഈ ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും ഇമ്പാക്റ്റ് ചെയ്യുമ്പോൾ ഇതൊരു മനുഷ്യനെ ഓവറോൾ ഇമ്പാക്റ്റ് അല്ല ചെയ്യുന്നത്, ആ ഓവറോൾ വെൽബീയിങ്ങിനെ ഇത് ഇമ്പാക്റ്റ് ചെയ്യുന്നില്ലേ. ലൈക്ക് അവരുടെ ലൈഫിൻ്റെ ക്വാളിറ്റി ഇല്ലാണ്ടാക്കുന്നത്, ലൈക്ക് അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല, ഓർമ്മശക്തി പോകുന്നു,
പേഴ്സണൽ റിലേഷൻഷിപ്പിന് ഇത് ബാധിക്കും. പിന്നെ നമുക്ക് ഒരു ഓഫീസിൽ നമുക്ക് നമ്മളിപ്പോൾ ഒരു ജോബിലുള്ളൊരു വ്യക്തിയാണെങ്കിൽ നമുക്ക് സ്ട്രെസ് വന്നാൽ ജോബിലുള്ള നമ്മളെ പെർഫോമൻസ് വീക്ക് ചെയ്യും. പിന്നെ നമ്മളെ ലൈഫിൻ്റെ മൊത്തത്തിൽ നമ്മളെ ഹാപ്പിനെസ് തന്നെ ഇല്ലാണ്ടാവും. ഇത് റിലേഷൻഷിപ്പിനെയാണ് മെയിനായിട്ട് ഈ സ്ട്രെസ്സ് വരുമ്പോൾ റിലേഷൻഷിപ്പ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ വല്ലാണ്ട് ഈ റിലേഷൻഷിപ്പിനെ ബാധിക്കും. ലൈക്ക് അവരിടയിൽ ഒരു കോൺഫ്ലിക്റ്റ് വരാൻ വേണ്ടിയിട്ടും ഈ സോഷ്യൽ സപ്പോർട്ട് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടും ഈ സ്ട്രെസ്സിന് സാധിക്കും. പലവരും ചോദിക്കാറുണ്ട് സൈക്കോളജി റിലേറ്റഡ് സംഭവങ്ങൾ, സ്ട്രെസ്, ഡിപ്രഷൻ ഉള്ളൂ മെൻ്റലുള്ള ആൾക്കാർക്കൊന്നും വരാം. സത്യം പറഞ്ഞതല്ല, ഇത് ഓരോ വ്യക്തിക്കും സംഭവിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്കിപ്പോൾ സ്ട്രെസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ദർ ആർ മെനി സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്സ്. അതിൽ ചിലത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് പല രീതിയിലുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ തന്നെ പല സോഴ്സസും ഇപ്പോൾ ഉണ്ട് സ്ട്രെസ് മാനേജ്മെൻറ്റ്. ലൈക്ക് ബുക്ക് വായിക്കാം, അല്ലെങ്കിൽ ഗൂഗിൾ, ChatGPT, അങ്ങനെ പല മേഖലകളും ഉണ്ട്. അതിൽ കുറച്ച് സംഭവങ്ങൾ ഞാൻ പറഞ്ഞുതരാം. മെയിനായിട്ട് നിങ്ങൾ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി നോക്കാം. ലൈക്ക് വാക്കിംഗ്, ജോഗിങ്, സ്വിമ്മിങ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ മോർ ഇൻവോൾവ് ആവാൻ വേണ്ടി നോക്കാം. നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്താൽ തന്നെ നമ്മളെ ടൈം കൺസ്യൂം ചെയ്യും. അപ്പോൾ നമുക്ക് കൂടുതൽ നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. പിന്നുള്ളത് മെഡിറ്റേഷൻ അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ്. അപ്പോൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമ്മുടെ നമ്മുടെ സോളിനും നമ്മുടെ ബോഡിക്കും ഒരു റിലീഫ് കിട്ടും. ലൈക്ക് ഇപ്പോൾ മോർണിംഗ് രാവിലെ എണീച്ച് നമ്മളൊരു മെഡിറ്റേഷൻ ചെയ്തിട്ട് നമ്മുടെ ഡേ ആരംഭിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ വെരി ഗുഡ് ഡേ. പിന്നെ സോഷ്യൽ സപ്പോർട്ട് നമ്മൾ നേടാം. നമുക്കിപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് വിശ്വാസമുള്ള ആൾക്കാരോട് നമ്മൾ പറയാം. ലൈക്ക് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, കൊളീഗ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളൊരു കൺസൾട്ടൻറ്റ്, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് തന്നെ നമ്മൾ സോഷ്യൽ സപ്പോർട്ട്, നമ്മളെ പ്രശ്നങ്ങൾ നമ്മൾ ബാക്കിയുള്ളവരോട് പറയാം. ആൻഡ് പിന്നെ ഇങ്ങനത്തെ പ്രോഗ്രാംസെല്ലാം സപ്പോർട്ടിങ് ഗ്രൂപ്പ്സെല്ലാം ഇപ്പോൾ ഒരുപാടുണ്ട്. അങ്ങനെ ഉള്ള സപ്പോർട്ടിങ് ഗ്രൂപ്പ്സിൽ നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ നമ്മൾ അതേ പ്രശ്നങ്ങളുള്ള ആൾക്കാരെ നമ്മൾ കാണുകയും അവരുടെ പ്രശ്നങ്ങളും കേൾക്കുമ്പോൾ നമുക്കൊരു റിലീഫ് കിട്ടും. എന്തൊരു കാര്യം ഉണ്ടെങ്കിലും നമ്മൾ വേറെ ഒരാളോട് പറയുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടും. ഒരു പ്രശ്നം വരുമ്പോൾ ആരോടെങ്കിലും നമ്മൾ പറയുമ്പോൾ നമുക്കൊരു റിലീഫ് കിട്ടും. പിന്നുള്ളത് നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കാൻ വേണ്ടി നോക്കാം. ലൈക്ക് ബാലൻസ്ഡ് ഡയറ്റ്, നമ്മൾ കൂടുതലും ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഗ്രെയിൻസ്, പ്രോട്ടീൻസ്, അങ്ങനത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കാം. ആൻഡ് ഒരു വ്യക്തി 7 to 9 hours എന്തായാലും ഉറങ്ങിയിരിക്കണം. അത് നമ്മുടെ മൈൻഡിനെയും ബോഡിനെയും സ്ട്രെസ്സിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഞാൻ ഇന്ന് 2 hour ഉറങ്ങിന്, അത് മതി അങ്ങനെ ചിന്തിക്കരുത്. നമ്മുടെ ബ്രെയിന് കറക്റ്റായിട്ട് പ്രവർത്തിക്കാനും നമുക്ക് 7 to 9 hours സ്ലീപ്പ് എന്തായാലും നമ്മുടെ ബ്രെയിനിന് ആവശ്യമാണ്. പിന്നുള്ളതൊരു ടെക്നിക്കാണ്, അതിന് വിഷ്വലൈസേഷൻ ടെക്നിക്ക് എന്നാണ് പറയാം. അതെന്ന് വെച്ചാൽ നമുക്ക് കാം ആൻഡ് പീസ് ആയിട്ടുള്ള സീനറീസ് നമ്മുടെ മനസ്സിൽ ആലോചിക്കാം. ലൈക്ക് അങ്ങനത്തെ ആലോചിക്കുമ്പം നമ്മൾ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുന്ന പറയുന്നത്. നമുക്കൊരു വിഷമം വരുമ്പം നമ്മൾ അതന്നെ ചിന്തിച്ചിരിക്കാണ്ട് നല്ല കാര്യങ്ങൾ നല്ല സംഭവങ്ങൾ നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. പിന്നെ നിങ്ങൾക്ക് മൈൻഡിന് എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒന്നും ഓക്കെ അല്ല തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ കൺസൾട്ട് എ സൈക്കോളജിസ്റ്റ്. ഈ ഭ്രാന്തന്മാരല്ല സൈക്കോളജിസ്റ്റിനെ കാണാൻ. നമുക്കൊരു മൈൻഡ് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നതിൽ യാതൊരു തെറ്റുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ യു ഷുഡ് കൺസൾട്ട് എ സൈക്കോളജിസ്റ്റ്. ഈ വീഡിയോയിൽ നമ്മൾ സ്ട്രെസ് എന്താണെന്നും ടൈപ്സ് ഓഫ് സ്ട്രെസ്സും അത് നമ്മളുടെ ലൈഫിനെ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യാമെന്നും അതിനുള്ള കുറച്ച് ടെക്നിക്സും നമ്മൾ പറഞ്ഞു തന്നു. സോ ഇതെൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ വീണ്ടും പറയുന്നു, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് അറിയിക്കാൻ മറക്കണ്ട. ബൈ.